സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിച്ച് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന പുണ്യദിനങ്ങളാണ് നോമ്പുകാലം. 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞ യേശുവിന് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചത് ആത്മാവിനാൽ നയിക്കപ്പെട്ടതുകൊണ്ടാണ്. നമുക്കും ഈ നോമ്പുകാലം അനുഗ്രഹദായകമാകാൻ ആത്മാവിൻ്റെ സഹായം അപേക്ഷിക്കാം. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും വഴികളിലൂടെ കടന്നുപോകുന്ന ഈ ദിവസങ്ങളിൽ പലവിധത്തിലുള്ള പ്രലോഭനങ്ങളെ നാം അതിജീവിക്കേണ്ടതായി വരും. അപ്പോഴെല്ലാം പതറാതെ തളരാതെ മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. ഈ പുണ്യദിനങ്ങളെ അനുഗ്രഹപ്രദമാക്കാനുള്ള കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം. തപസ്സുകാലം 1 ഞായർ 1 വായന. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. മോശ ജനങ്ങളോട് പറഞ്ഞു, പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വയ്ക്കട്ടെ. പിന്നീട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അനന്തരം കുട്ട നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് അവിടത്തെ ആരാധിക്കണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, കഷ്ടതയിൽ അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും. കർത്താവെ, കഷ്ടതയിൽ അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവെ, കഷ്ടതയിൽ അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. കർത്താവെ, കഷ്ടതയിൽ അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. കർത്താവെ, കഷ്ടതയിൽ അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ
യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ വചനം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് റവറൻഡ് ഫാദർ ആൻ്റണി കുഴിവേലിൽ. തപസ് കാലത്തിൻ്റെ ആദ്യ ഞായറിൽ സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് യേശുവിൻ്റെ പ്രലോഭന പരീക്ഷണ അതിജീവന ചിത്രമാണ്. അഭിഷേകത്തിൻ്റെ നിറവും സ്വർഗത്തിൻ്റെ അംഗീകാരവും ലഭിച്ച ജ്ഞാനസ്നാനത്തെ തുടർന്ന് യേശു നയിക്കപ്പെട്ടത് കർമ്മവീഥിയിലേക്കല്ല, വിജനതയിലേക്കാണ്. ജീവിത ദൗത്യത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും മുൻകൂട്ടി വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രലോഭനത്തിൻ്റെ കാലമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ദൗത്യമേൽപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ ദൗത്യത്തിന് ഇറങ്ങരുത്. ദൗത്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നതുവരെ ദൗത്യം ആരംഭിക്കരുത്. ഒരുക്കമില്ലാതെയുള്ള ദൗത്യ നിർവഹണമാണ് പല വീഴ്ചയ്ക്കും ഇടർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമായിത്തീരുന്നത്. 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും കഴിയുമ്പോഴാണ് യേശു കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. മരുഭൂമിയിലെ കല്ലുകളെ അപ്പമാക്കാനുള്ള വെല്ലുവിളിയാണ് ഈശോയ്ക്ക് ആദ്യമേ ലഭിക്കുന്നത്. പരിഹാസത്തോടെയുള്ള വെല്ലുവിളിയാണ് 3 അവസരങ്ങളിലും പിശാച് നടത്തുന്നത്. ഇന്നും സഭ
വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള വെല്ലുവിളി. വിശപ്പ് എല്ലാ കാലത്തും ദൈവത്തിന് എതിരെ നിൽക്കാനുള്ള അവസരമായി കരുതപ്പെടുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവിൻ്റെ കരബലത്താൽ മോചിക്കപ്പെട്ട ജനത മരുഭൂമിയിൽ വിശപ്പ് അനുഭവിച്ചപ്പോഴാണ് അവിടത്തേക്ക് എതിരെ പിറുപിറുപ്പ് ആരംഭിച്ചത്. ലോകത്തിൻ്റെ കല്ലുകളെ അപ്പമാക്കിയല്ല മനുഷ്യൻ്റെ വിശപ്പ് മാറ്റേണ്ടത്. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തെ അപ്പമാക്കി മാറ്റിക്കൊണ്ടായിരിക്കണം. വചനത്തെ അപ്പമാക്കാൻ കഴിയുന്നത് വിശപ്പും ദാഹവും അറിയാതെ യേശുവിനൊപ്പം സഞ്ചരിക്കുന്നവർക്കാണ്. അവിടെ ദൈവാന്വേഷണമുണ്ട്, വചനത്തിനു വേണ്ടിയുള്ള ദാഹമുണ്ട്, സഞ്ചരിക്കാൻ ശരിയായ പാതയുമുണ്ട്. ഈശോയ്ക്ക് നൽകപ്പെട്ട ആദ്യ വെല്ലുവിളി കുർബാനയായി തീരാനുള്ളവനെ വഴിമാറ്റി വിടാനുള്ളതായിരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അപ്പത്തിലൂടെ മാത്രമേ മനുഷ്യൻ്റെ യഥാർത്ഥ വിശപ്പിനുള്ള അപ്പം ലഭ്യമാകൂ എന്നറിയാവുന്ന പിശാച് ഒരുക്കിയ കെണിയെ വചനത്തിൻ്റെ അപ്പത്താൽ അവിടുന്ന് നിർവീര്യമാക്കുന്നു. ലോകം നൽകുന്ന അധികാരത്തിൻ്റെ മുൻപിൽ നട്ടെല്ലു വളയ്ക്കാനുള്ള രണ്ടാമത്തെ പ്രലോഭനം യഥാർത്ഥ രാജ്യവും യഥാർത്ഥ അധികാരവും അറിയാൻ പാടില്ലാത്തവൻ്റെ മുൻപിൽ വയ്ക്കുന്ന മോഹന വാഗ്ദാനം മാത്രം. പിതാവിനെയും അവിടുത്തെ മഹത്വത്തെയും അറിയാവുന്ന പുത്രൻ ആരാധനയാണ് യഥാർത്ഥ ശിരസ്സു നമിക്കൽ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം ഈ പരീക്ഷണത്തെ അതിജീവിച്ചവരാണ്. ലോകത്തിൻ്റെ അധികാരികളെ ഭയപ്പെടാതെ സുവിശേഷം ജീവിച്ചവർ. അധികാര അവകാശങ്ങൾക്ക് വേണ്ടി ആരുമായും സൗഹൃദത്തിലാകാമെന്ന തെറ്റായ ചിന്താരീതി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നു. വിശ്വാസം അതിനാൽ തന്നെ അധികാരമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിമയാകേണ്ട ആവശ്യമില്ല. അധികാരത്തിനു വേണ്ടി നട്ടെല്ല് വളയ്ക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് പുറത്തു കടന്ന് വിശ്വാസം ജീവിച്ച് സാക്ഷിയാകുവാൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ സേവയ്ക്ക് പിന്നാലെ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പുമാണ് രണ്ടാം പരീക്ഷണം. മൂന്നാമത്തെ പരീക്ഷണത്തിൽ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കപടജ്ഞാനികളുടെ മുഖം വെളിപ്പെടുത്തുന്നു. ഒരുവൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പരീക്ഷിക്കുവാനുള്ളതല്ല ദൈവവചനം. കുരിശിൽ നിന്നും ഇറങ്ങി വരുവാൻ ക്രിസ്തുവിന് മുന്നിൽ വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ജീവിക്കേണ്ടവനല്ല ക്രിസ്തു ശിഷ്യൻ എന്ന് യേശു പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്. ജീവിതത്തിൽ യഥാർത്ഥ വെല്ലുവിളി 40 ദിനരാത്രങ്ങൾക്ക് ശേഷമാണ്. അതിനുള്ള ആത്മീയ ഊർജം കണ്ടെത്താനുള്ള കാലമാകട്ടെ ഈ തപസ് കാലം. ഈ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് റവറൻഡ് ഫാദർ ആൻ്റണി കുഴുവേലിൽ. ദൈവപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു. പാപ്പയ്ക്ക് പൂർണ്ണ ആരോഗ്യ വിമുക്തിയും ആയുരാരോഗ്യവും മറ്റെല്ലാ അഭിഷിക്തർക്ക് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നയിക്കുവാനുള്ള കൃപാവരങ്ങളും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെയും കുരിശ് മരണത്തെയും കുറിച്ച് ധ്യാനിച്ച് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ തിരുസഭ നൽകിയിരിക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും വഴികളിലൂടെ ചരിക്കുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, കൂദാശകൾ സ്വീകരിക്കാതെയും സഭാ പ്രബോധനങ്ങൾ അവഗണിച്ചുകൊണ്ടും കരഗതമായ നേട്ടങ്ങളെല്ലാം
തൻ്റെ മാത്രം കഴിവുകൊണ്ട് കരസ്ഥമാക്കിയതാണെന്ന് മിഥ്യാധാരണയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ ദിവ്യ പ്രകാശത്താൽ സത്യത്തിൻ്റെ പാതയിലേക്ക് തിരികെ നടക്കാനുള്ള പ്രചോദനം ഇവർക്ക് നൽകണമെന്നും തപസ് കാലത്തിൻ്റേതായ വിശുദ്ധിയിലും ചൈതന്യത്തിലും ജീവിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന് അങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ച് എല്ലാ പ്രേക്ഷിത പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ നിരന്തരം വളർന്ന് പരിശുദ്ധാത്മാവിനാൽ സഭയ്ക്ക് ലോകം മുഴുവനും സാക്ഷ്യം നൽകി സേവന ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകകളായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്നും അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുവാൻ ധാരാളം യുവതി യുവാക്കളെ സന്യാസ ഭവനങ്ങളിലേക്ക് വിളിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരെയും മരണത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മരണമടഞ്ഞ എല്ലാവരുടെയും ഏറെ പ്രത്യേകമായി വേണ്ടത്ര ഒരുക്കമില്ലാതെ കടന്നുപോയവരുടെ മേലും അലിവ് തോന്നണമേ. മാനുഷിക ബലഹീനതകൾ മൂലം വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്ത് സ്വർഗീയ സൗഭാഗ്യത്തിന് ഇവരെ അർഹരാക്കണമെന്നും മരണാസന്നരായവർക്ക് സൽമരണം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.